ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം പറയാൻ പാടാണ്. സാറ് മരിച്ചെന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് ഞങ്ങളുടെ മനസ്സിൽ ഇന്ന് വരെ ഇപ്പോഴും സാറ് മരിച്ചിട്ടില്ല. ആ സാർ ഇപ്പോഴും മനസ്സിൽ ജീവനോടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ സാറ് പറഞ്ഞതുപോലെ ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും വേണ്ട. അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകാൻ പാടാണ്. എൻ്റെ പേര് ഹരിലാൽ എന്നാണ്. ഞാൻ ഇവിടെ അടുത്ത് പുതുപ്പള്ളി അടുത്ത് തന്നെ താമസിക്കുന്ന നിവാസിയാണ്. ഞാൻ 1980 തൊട്ട് സാറിനെ എനിക്കറിയാം. 82, 83, 84 കാലഘട്ടത്തിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേസ് പ്രസ്ഥാനത്തിൽ കൂടെയാണ് സാറിൻ്റെ കൂടെ ആകുന്നത്. മാത്രമല്ല ബാലജസൊക്കെയായിട്ടുള്ള ബന്ധവും സാറിൻ്റെ കൂടെയുണ്ട്. എന്നെക്കാളും സീനിയറായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ആ സമയത്തിൽ ഈ 82 കാലഘട്ടത്തിൽ ഞാൻ സാറിൻ്റെ കൂടെ കൂടുന്നത്. അത് കഴിഞ്ഞ ശേഷം ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് ഞാൻ ജോലി പ്രവേശിക്കുകയും അത് കഴിഞ്ഞിട്ട് 1999 തിരിച്ച് ഞാൻ ജോലിയിൽ നിന്ന് പെൻഷനായി വന്നതിന് ശേഷം വീണ്ടും സാറിനോട് ജോയിൻ ചെയ്യുകയും ചെയ്തു. അന്ന് തൊട്ട് ഇന്ന് വരെ ആ സാറിൻ്റെ കൂടെയുള്ള ജോലികളും സാറിനെ ഏൽപ്പിച്ച ജോലികളും മറ്റുള്ള എല്ലാ വർക്കുകളും ഞാൻ എൻ്റെ ആത്മാർത്ഥമോട് കൂടി തന്നെ സാറിനോട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടും മെഡിക്കലിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പം എന്തെങ്കിലും ഒരു സീവറായിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിലും അതെ, അതുപോലെ ഈ ബെഡ് പേഷ്യൻ്റായിട്ട് വരുന്ന അവർക്കൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്നൊക്കെ അവർക്ക് ഫണ്ടുകളുണ്ട്. ഇത് ഒരുപാട് പേർക്കും അറിയത്തില്ല ഏതെല്ലാം രീതിയിലുള്ള ഫണ്ട് അവർക്ക് കിട്ടും. ഒരു ആക്സിഡൻറ്റ് ഡെത്തായാൽ പോലും അതിന് എമൗണ്ട് ഉണ്ട്, അതൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കേസ് എല്ലാം ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് ഇവിടുന്ന് ചെയ്ത് നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ ഓഫീസിൽ കൊണ്ട് കൊടുക്കുക, അവരത് സെക്രട്ടേറിയറ്റും നിയമസഭയിലും കൊടുക്കേണ്ട അവരവിടെ ചെയ്യും. അതാണ് ഞാൻ അന്ന് തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ കംപ്ലീറ്റ് ഓഫീസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളും മറ്റുള്ള പേപ്പർ വർക്കുകളും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് കൂടുതലും നമുക്ക് വരുന്നത് ഈ ദുരിതാശ്വാസ ഫണ്ടിൻ്റെയാണ് മെഡിക്കൽ സൈഡ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് പേര് അസുഖങ്ങളാണ് വരുന്നതാണ്. ക്യാൻസർ പേഷ്യൻ്റ്, അതിലേറ്റവും ഉപരിയായിട്ട് കൂടുതൽ വരുന്നത് ഈ കിഡ്നി സംബന്ധമായ ഡയബറ്റീസ്, കിഡ്നി ആയിട്ട് ലിവറിൻ്റെ പ്രോബ്ലം, ഇവർക്കൊക്കെ ഓരോ രീതിയിൽ ഇവർക്ക് ഗവൺമെൻറ്റിന് പൈസ കൊടുക്കുന്നുണ്ട്. അത് ആർക്കും അറിയില്ല, ചുരുക്കം പേർക്കേ അറിയാവുള്ളൂ. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വേണ്ടപ്പെട്ട എല്ലാ പേപ്പറും നമ്മൾ മേടിച്ചിട്ട് ഞാനത് മേടിച്ചിട്ട് അത് നേരെ ഇവിടെ നമ്മളെല്ലാം ഓഫീസിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് അവിടെ ശ്രീകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അന്ന് യൂഡീസ്, പുള്ളിയുടെ കൊണ്ട് നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം കിട്ടി. ഓരോ മാസവും ഒരു 3-4 പേര് നമ്മളെ വിളിച്ചു പറയും എനിക്ക് ഇത്ര രൂപ കിട്ടി, ഇത്ര രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ അത് അവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കുള്ള ആ മനസ്സിൻ്റെ സന്തോഷം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് അവർക്ക് പൈസ കിട്ടിയല്ലോ എന്നുള്ള ആ സന്തോഷത്തിൽ അന്ന് കിടന്നുറങ്ങുമ്പോൾ നല്ലപോലെ ഉറങ്ങുന്നു. ഈ പണിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, അഡ്മിനിസ്ട്രേഷന് മൊത്തം പേപ്പർ വർക്ക് ചെയ്യുന്നത്. അത് മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ ഇപ്പോഴും പറ്റുന്നുണ്ടല്ലോ എന്ന് നിർത്തി ഞാൻ ദൈവത്തിന് നന്ദി പറയും. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്ത ഒരു വർഷം അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം പറയാൻ പാടാണ്. കാരണം സാറിൻ്റെ കൂടെ ഈ 10-22 വർഷം കഴിഞ്ഞത് ആ ദീപ്തമായ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള സാറിൻ്റെ കൂടെ ജോലി ചെയ്ത പല ആൾക്കാർക്ക് നമ്മൾ സഹിക്കാൻ പറ്റും പാടാണ്. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചെന്ന് പറയാൻ പറ്റുള്ള ആ മനുഷ്യൻ തനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ആ ഒരു സാറിൻ്റെ സ്വഭാവം തന്നെയാണ് ഞങ്ങൾക്ക് പൊള്ളി പകർന്നു വന്നിരിക്കുന്നത്. ആരോട് എങ്ങനെ പ്രവർത്തിക്കണം, ആരുമായിട്ട് എങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള ഉപകാരങ്ങൾ ചെയ്യണം, ഏത് രീതിയിലാണ് മനുഷ്യൻ കഷ്ടപ്പെടുന്നത് കണ്ടറിഞ്ഞ് അവർക്ക് വേണ്ട രീതിയിൽ ചെയ്ത് ഉപകാരങ്ങൾ ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിന്ന് വരെയും സാറ് മരണപ്പെടുന്നതിൻ്റെ മുമ്പ് വരെയും അത് തന്നെയാണ് സാറ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഓർമ്മ ഞങ്ങൾക്ക് ഇന്ന് മറക്കാൻ മേലാത്ത ഓർമ്മയാണ്. സാറിന് വയ്യാതെ കടന്നപ്പോൾ പോലും സാറ് ഓരോരുത്തരെ കുറിച്ച് വൈകി അവർ രക്ഷപ്പെട്ടോ, അവരെ രക്ഷപ്പെടുത്തിയോ എന്ന് ചോദിക്കുമായിരുന്നു സാറ്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. സ്വന്തമായിട്ട് ഒന്നും സാർ ആഗ്രഹിച്ചിട്ടില്ല, മറ്റുള്ളവർക്ക് മാത്രം ജീവിച്ച ഒരു വ്യക്തി. ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റാളെയും കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ഉണ്ടായെന്ന് ഞാൻ ചരിത്രത്തിൽ പഠിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആ ഒരു ഓർമ്മ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സാറിൻ്റെ ഈ ഒരു വർഷക്കാലം സാറ് മരിച്ചെന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് ഞങ്ങളുടെ മനസ്സിൽ ഇന്ന് വരെ ഇപ്പോഴും സാറ് മരിച്ചിട്ടില്ല. ആ സാർ ഇപ്പോഴും മനസ്സിൽ ജീവനോടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ സാറിനെ കണ്ടതും സാറ് പബ്ലിക്കിനെ കണ്ടതും പബ്ലിക്കിൻ്റെ വർക്ക് ചെയ്തതും. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ മേലാത്ത കാര്യമാണ്. ഇന്നും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിൽ സാറിൻ്റെ മോനായ ചാണ്ടി ഉമ്മനെ ഞങ്ങൾ ആ ലെവലിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ടാണ് പോകുന്നത്. സാറ് ചെയ്തതിനേക്കാളും 10 മടങ്ങ് നല്ലതായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി അത് ആകുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ സാറ് പറഞ്ഞതുപോലെ
ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നും വേണ്ട. ആ ഒരു ആശയം ഞാനും ഉൾക്കൊണ്ടത്, ഒരു ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാവരും കൂട്ടത്തിലുള്ള ആൾക്കാരും അതൊരു മൊത്തം ജനങ്ങൾ ഉൾക്കൊണ്ട ഒരു വാക്കാണ്. ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ട, നമുക്ക് ഒരു സ്ഥാനവും വേണ്ട, ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുതെന്ന് സാറ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അത് എത്ര കണ്ട് അർത്ഥവത്താകുന്നു ഈ സാറിൻ്റെ മരണത്തിൻ്റെ വേർപാട് തന്നെ നമ്മളെ കാണിക്കുന്നുണ്ട്. സാറിനെ അറിയാവുന്ന കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ അറിയാവുന്നുള്ളൂ സാറ് ഈ രീതിയിലുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അത് മുഴുവൻ ലോകവും അറിഞ്ഞത് ആ സാറിൻ്റെ വേർപാടിനോടുകൂടി അറിഞ്ഞത്. അതൊരു വലിയ, ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചരിത്രത്തിൽ ഇതുപോലൊരാളുണ്ടാകുന്നു അല്ലെങ്കിൽ ഇതുപോലൊരു മരണാനന്തര ചടങ്ങുകളുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉമ്മൻചാണ്ടി സാറിലുണ്ടായിരുന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ചാണ്ടി ഉമ്മനിലേക്ക് വരുമ്പോൾ ആ ഒരു ജനങ്ങളുടെ ആ ഒരു പ്രതീക്ഷ നിറവേറ്റാൻ സാധിക്കുന്ന തലത്തിലേക്ക് ചാണ്ടി ഉമ്മൻ വളരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? 100% തോന്നുന്നുണ്ട്. കാരണം സാറിനെ കാണുന്ന സാറിൻ്റെ ആക്ടിവിറ്റീസും സാറിൻ്റെ ഓരോ രീതികളുമൊക്കെ ശരിക്കും ചാണ്ടി മോന് കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ കുറച്ച് എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെ വന്നോളൂ. അത് ഈ പാർട്ടി പ്രവർത്തനത്തിൽ കൂടെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി അവരുമായിട്ട് സഹവസിക്കുമ്പം അത് താനേ വന്നോളും. മാത്രമല്ല പാരമ്പര്യമാണല്ലോ, അതൊരിക്കലും മാറത്തില്ല. അത് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. സാറിനേക്കാൾ മോളിൽ പോട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത് ആ വ്യക്തി. ഇപ്പോൾ സാറിൻ്റെ ഒരു അവസാന കാലങ്ങളിൽ പ്രധാനമായിട്ടും നിങ്ങളോടൊക്കെ സാറ് സംവദിച്ചിരുന്നു, ഉമ്മൻചാണ്ടി സാർ സംവദിച്ചിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു ആ സമയങ്ങളിൽ പറഞ്ഞു തന്നിട്ടുള്ളത്? സാറ് മരിക്കുന്നതിന് ഒരു 6 മാസം മുമ്പ് ഡിസംബറിൽ ആ സമയത്ത് ഞങ്ങൾ സാറിനെ കാണാനായിട്ട് ബാംഗ്ലൂർക്ക് പോയിരുന്നു. സാറിനന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, മരുന്ന് കഴിക്കുന്നുണ്ട്, സാറ് റെസ്റ്റ് ചെയ്യുന്നുള്ളേ ഉള്ളൂ, റെസ്റ്റ് ആവശ്യമെന്നുണ്ട്. അന്ന് ഞങ്ങൾ ആ വർഷത്തെ ക്രിസ്മസ് വരെ ഞങ്ങൾ ബിഫോർ ഡേയ്സ് ഞങ്ങൾ ആഘോഷിച്ചവിടെ. അത്രയ്ക്കും ജോളിയായിട്ട് സാർ അവിടെ ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് പിന്നെയും ഞാൻ പോയി പല പേപ്പറുകളും ഞാൻ സാറിനെ കൊണ്ട് ഒപ്പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും പോയിട്ട് അപ്പോൾ അന്നേരമൊക്കെ സാറ് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരുന്നത്. ചുരുക്കം ചില ദിവസം കൊണ്ട് മാത്രമാണ് പ്രോബ്ലം വന്നത്. സഹപ്രവർത്തകരോടുള്ളൊരു സമീപനം എങ്ങനെയായിരുന്നു സാറിൻ്റെ? എങ്ങനെയായിരുന്നു നേരത്തെ പണ്ട് അതുപോലെ തന്നെ, അതിനൊരു മാറ്റമില്ല. കുറച്ചുകൂടെ കൂടിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ ആ വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ ഒപ്പിട്ട വ്യക്തിയാണ് അതെ ഉമ്മൻചാണ്ടി സാറ്. അതോടൊപ്പം തന്നെ ആ പദ്ധതിയുടെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടതുണ്ട്, ജുഡീഷ്യൽ അന്വേഷണം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറ് സഹിച്ച ആ സഹനങ്ങൾ ഇപ്പോൾ ഭരണപക്ഷത്തിന് ഇത് എളുപ്പത്തിൽ നടത്താനൊരു നേട്ടമായി എന്ന് തോന്നുന്നുണ്ടോ? അത് അവരുടെ നേട്ടമൊന്നും പറയാൻ പറ്റുകയില്ല. സാറ് തുടങ്ങി വെച്ച സാറിൻ്റെ ഹൃദയത്തിലെ തൊട്ട ഒരു പദ്ധതി, അത് അന്നും നിയമസഭ സാറ് ഉദ്ധരിച്ച് പറയുന്നുണ്ടായിരുന്നു, ആരൊക്കെ എങ്ങനെയൊക്കെ എതിർത്താലും ഞാനിത് സാധ്യമാക്കുമെന്ന്. അത് ഒരാളിൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഏത് കാര്യപ്രവൃത്തി ചെയ്താലും നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ദൈവത്തിൻ്റെ ഒരു കരം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമാവുള്ളൂ. ആ ദൈവത്തിൻ്റെ കരം ഓൾവേസ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതീകമാണ് ഇപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതി. പിന്നെ ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് തെളിയിക്കപ്പെടുമ്പോഴാണ് അത് സത്യമാകുന്നത്. പക്ഷേ സത്യം ഒരിക്കലും മൂടി വെക്കാനേ പറ്റുള്ളൂ, അത് മായ്ച്ചു കളയാൻ പറ്റത്തില്ല. അതാണ് വന്നത്. സാറിൻ്റെ എല്ലാത്തിൽ നിന്നും മുക്തി നേടി സാറ് രാജകീയമായിട്ട് തന്നെയാണ് സാറ് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയത്. തീർച്ചയായിട്ടും. അപ്പോൾ ആ പദ്ധതികളുടെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി അടക്കം സാറിൻ്റെ പേര് പരാമർശിക്കാതെ പോയി. അപ്പോൾ അങ്ങനെ പരാമർശിക്കാതെ പോയാൽ ആളുകൾ മറക്കുന്ന ഒരു ഏടാണോ ഉമ്മൻചാണ്ടി? ഒരിക്കലുമല്ല. ഈ കേരളത്തിലും അതിലുമുപരി സാറിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം സാർ എന്തെല്ലാം പദ്ധതികൾ ചെയ്തിട്ടുണ്ട്, സാറിൻ്റെ പേര് എവിടം വരെ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിന് ഇവരാരും പറയണമെന്നൊന്നുമില്ല, ഇവരൊന്നും പറഞ്ഞില്ലെങ്കിലും സാറിൻ്റെ പേര് അത് ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ എഴുതി വച്ചിരിക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വലതുഭാഗത്ത് തന്നെ സാർ ഇരിക്കുന്നു. ഇവരാരും സാറിൻ്റെ പേര് പറയണം. പക്ഷേ ഇതെല്ലാം കണ്ടും കേട്ടും കേരള ജനതയ്ക്കും ലോകത്തിലുള്ള മലയാളികളായ ജനതയ്ക്ക് എല്ലാം അറിയാം എന്തായിരുന്നു സാറെന്നും സാറിൻ്റെ അതിനകത്ത് ഭാഗം എന്തായിരുന്നു എന്നുള്ളൂ. ഇവർ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് അവർക്ക് തന്നെ അറിയാമല്ലോ അവർ പറഞ്ഞില്ല എന്നുള്ള കാര്യം. അപ്പം മനഃപൂർവ്വം മറച്ചു വെച്ചെന്നുള്ളത്. അത് സാറിൻ്റെ പേരിലോട്ട് ആകണ്ട അത്. പക്ഷെ അവരായിട്ട് ആക്കണ്ട, ജനങ്ങൾ തന്നെ ആക്കിയിട്ടുണ്ട്, ആകുന്നുമുണ്ട്. ഇപ്പോൾ ചാണ്ടി ഉമ്മനിൽ കാണുന്ന ഏതാണ്ട് സമാനമായ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഉമ്മൻചാണ്ടി സാറുമായി നോക്കുമ്പോൾ സമാനമായ എന്തൊക്കെ ക്വാളിറ്റീസാണ് നിങ്ങൾ ചാണ്ടി ഉമ്മനിൽ കാണുന്നത്?
ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ഛന് ഒരു മകനുണ്ടായാൽ ഒരു 80% ക്വാളിറ്റിയെങ്കിലും ആ മകനിലുണ്ടാകും. തീർച്ചയായിട്ടും ഞാൻ ഇന്നുവരെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, അതിൽ ഒരു 90% കണ്ടിരിക്കുന്നത് ചാണ്ടി മോഹനിലാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള ആ താല്പര്യം, തൻ്റെ കാര്യം അതിനകത്ത് മറന്നു പോവുക, കഞ്ഞി കുടിക്കുന്ന കാര്യം വെള്ളം കുടിക്കുന്ന കാര്യം അതൊന്നും ഒരു വിഷയമല്ല. മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കണം, അവരുടെ പേർക്ക് ഞാൻ എന്തിന് പോകണം, അത് മാത്രം മുന്നിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് എല്ലാ കാര്യം ചെയ്യുന്നത്. സെയിം, ഒരു വ്യത്യാസവുമില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് ജോലി സമയമൊക്കെ നോക്കാതെ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ബഹുജന സമ്പർക്ക പരിപാടികളൊക്കെ നടത്തി അത്രയും ജനങ്ങൾക്കിടയിൽ തന്നെ ആയിരുന്നു. ഇപ്പോൾ നമുക്കൊരു മുഖ്യമന്ത്രിനെ സമീപിക്കാൻ തന്നെ ഒരു ഭയം തോന്നുന്നുണ്ട്. ആ സ്ഥാനത്താണ് ഉമ്മൻചാണ്ടി സാറ് ഒരു ഭയവും കൂടാതെ ഏതൊരു സാധാരണക്കാരനും തൊട്ടടുത്ത് വന്ന് വേണമെങ്കിൽ തൊട്ടുകൊണ്ട് സംസാരിക്കാം എന്നുള്ള നിലയിലേക്ക് സാറിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതൊക്കെ അങ്ങനെ ഇനി ഉണ്ടാവും ഒരു മുഖ്യമന്ത്രി? അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകാൻ പാടാണ്. അത് നമ്മൾ പറയുന്ന പോലെ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നുള്ള ആ ഒരു വാക്യങ്ങൾ അത് പാലിക്കുന്നതല്ലേ, അത് ആ ചട്ടം പ്രകാരം പോകുന്ന എത്ര ആളുണ്ടായിരുന്നു? ഞാൻ കണ്ടതിൽ വെച്ച് ഉമ്മൻചാണ്ടി സാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു വാക്കുകൾ പാലിക്കുന്നത്, ഇല്ലേ? അല്ലാതെ ആരെങ്കിലും ഒന്ന് പറയട്ടെ. അതുകൊണ്ട് സാറിനെ പോലെ തന്നെ അതേ രീതിയിൽ തന്നെയാണ് ചാണ്ടി മോഹൻ വരുന്നത്. ആ രീതിയിൽ തന്നെ ഞങ്ങൾ വരുത്തും, അതിന് യാതൊരു സംശയമില്ല. 1980 മുതൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറയും. അറിയാം. അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെയാണോ? അന്ന് ഞാൻ കേസ് പ്രസ്ഥാനത്തിലിരിക്കുന്ന കോളേജൊക്കെ പഠിക്കുന്ന സമയമാണ്. അന്ന് തൊട്ട് സാറിന് അറിയാം. എൻ്റെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിനും നമ്മൾ ഇവിടെ ഉണ്ട്. അതിനുശേഷം പിന്നെ കൂടുതലായിട്ട് എടുക്കുന്നത് ഞാൻ 99 മുതലാണ്. 99 ഞാൻ പെൻഷൻ വരുന്നു. വന്നതിന് ശേഷം വീണ്ടും ഞാൻ സാറിൻ്റെ കൂടെ ചേരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ അത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. സാറിൻ്റെ കൂടെ ഇത്ര നാളെ എനിക്ക് ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ സാറിൻ്റെ കൂടെ സഹകരിച്ച് ജോലികൾ ചെയ്യാൻ പറ്റുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഒരുപാട് പേർക്കും എല്ലാം കിട്ടുന്നൊരു സൗഭാഗ്യമല്ല അത്. ഞാനെൻ്റെ വലിയ സൗഭാഗ്യമായിട്ടാണ് തോന്നുന്നത് സാറിൻ്റെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ജോലികൾ. അപ്പോൾ കുട്ടിക്കാലം മുതലേ ചാണ്ടി ഉമ്മനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ? ഉണ്ട്. ഈ എക്സ്പീരിയൻസ് മാത്രമല്ല, ഇപ്പോഴത്തെ ചാണ്ടി മോഹൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ കാലം കൊണ്ട് MLA എന്നുള്ളതാണ്. അതിന് മുമ്പ് പുള്ളി KSയിലും യൂത്ത് കോൺഗ്രസിലൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണെങ്കിലും MLA ആയ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഈ 7-8 മാസം കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അതിൽ തന്നെ മുമ്പോട്ട് ബാക്കി പൊക്കോളും. കുറച്ച് തനതായി കിട്ടിയ ഹെറിഡിറ്ററി ഉണ്ടല്ലോ, ഈ ഹെറിഡിറ്ററി എന്ന് പറഞ്ഞ കാര്യം നമുക്ക് അനുഗ്രഹിച്ച് കിട്ടുന്ന അതുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇവിടെ ചാണ്ടിയുമ്മലിൽ പ്രതീക്ഷ അർപ്പിച്ച ഒരു ജനക്കൂട്ടം ഇവിടെ വരുന്നുണ്ട് അല്ലേ? ഉമ്മൻചാണ്ടി സാറിന് കിട്ടുന്ന ഒരു നീതി ചാണ്ടിയുമ്മൽ 100%. ഇന്ന് കേരളത്തിൽ എത്ര MLA മാരുണ്ടോ, ഈ MLA മാരിൽ എത്ര പേരുടെ വീട്ടിൽ രാവിലെ 8 മണിക്ക് ഒരു 50 പേരുണ്ട്? ആരുടെ ഇല്ലെന്ന് ഞാൻ തന്നെ പറയാം. അതേ സമയത്ത് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നപ്പം 150, 200, 300, 400 ഒക്കെ ആയിരുന്നു കണക്ക്. അതിലും മേലെയും പോകും. ഇവിടെ അതിന് യാതൊരു കുറവുമില്ല. ഇവർക്കൊക്കെ എന്തുമാത്രം പ്രശ്നങ്ങളുള്ളത്. എല്ലാവരും പ്രശ്നക്കാർ, എല്ലാവരും ഇവിടെ നമ്മളെ കണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എത്രത്തോളം നമ്മൾ അവരെ സഹായിക്കാൻ പറ്റുമോ അവർക്ക് റിലീഫ് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നുണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ പ്രവർത്തിച്ചുള്ള ഒരനുഭവത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം പങ്കുവെക്കാമോ? ഇപ്പോൾ ചോദിച്ചാൽ അങ്ങനെ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം. ഓർമ്മയാണ്, സാറ് സൈലൻ്റായിട്ട് കുറേ പേരെ സഹായിക്കുമായിരുന്നു. അത് ഇവിടെ അങ്ങൊന്നും ഉള്ളവരല്ല, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാണ്. അവർക്കൊക്കെ സൈലൻ്റായിട്ട് സഹായിക്കുന്ന ആർക്കും അറിയത്തില്ലായിരുന്നത്. അപ്പോൾ അത് അവരെ സൈലൻ്റായ രീതിയിൽ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങളും മറ്റുള്ളതൊക്കെ സാറ് പറഞ്ഞു കൊടുപ്പിക്കുമായിരുന്നു, എന്നെ കൊണ്ട് ചെയ്യുമായിരുന്നു അവർക്ക് വേണ്ടി. അവരെന്തരം നിർത്തലും അതുപോലെ പ്രയാസം അനുഭവിക്കുന്നവരുമായിരുന്നു കണ്ടിന്യൂസ്ലി. അപ്പോൾ അങ്ങനെ അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. സാറിൻ്റെ വലത് കൈ ചെയ്യുന്ന ഇടത് കൈ പാടില്ല എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആയിരുന്നൊരു ചിന്തായായിരുന്നു. അത് മൊത്തം പുറത്ത് വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ മരണസമയത്താണ്. ഇത്രയും ജനങ്ങൾ സാറ് ഇതുപോലെ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ജനങ്ങൾ അറിയുന്നത് ആ സമയത്താണ്. അപ്പോൾ അതൊക്കെ എനിക്ക് മറക്കാൻ പാടില്ല. കാരണം എന്നോട് പറയുന്നത് ഇത്ര അവർക്ക് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്രവർത്തനം ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ചെയ്യുമായിരുന്നു. സാറിൻ്റെ ആരും അല്ല അവർ, പക്ഷേ സാറിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവരായിരുന്നു. അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ? ആരും ഇന്നത്തെ കാലത്ത് ആരും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു വലിയ ദീപ്തമായ ഓർമ്മ തന്നെയാണ്. അതായത് മറ്റുള്ളവരുടെ സഹനം പുള്ളി അത് വിലക്കെടുക്കുന്നുണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ 1 വർഷമാവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ 1 വർഷത്തിൽ ഇനി നിങ്ങളുടെ ഒരു
പദ്ധതികളും? ഈ വർഷത്തിൽ 18-ാം തീയതി നമ്മുടെ ഗവർണർ സാഹ് വരുന്നുണ്ട്, ആരിഫ് മുഹമ്മദ് സാഹ്. അവിടെ ഒരു മീറ്റിംഗ് നമ്മൾ 11 മണിക്ക് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ തിരുമേനിമാർ മിത്രന്മാരൊക്കെ വരുന്നുണ്ട്. കുറച്ച് ചാരിറ്റി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ ചെയ്യുന്നൊരു മെഡിസിൻ കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, അത് നമ്മൾ വീണ്ടും പുനരാരംഭിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കലായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ഒരു സഹായം, സ്കൂളിൽ പഠിച്ച നിർദ്ധരായ കുട്ടികൾക്ക് ഒരു 1000 രൂപ വെച്ചുള്ള പരിപാടി, ഇതെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ 18-ാം തീയതി നടക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് കല്ലറിക്കൽ പ്രാർത്ഥന പോലുള്ള കാര്യങ്ങൾ അതെല്ലാം കൂടി അറിഞ്ഞിട്ട് അന്ന് വിപുലമായ പരിപാടി. പിന്നെ അന്ന് തന്നെ DCCക്കാർ നൽകുന്ന മാമാപ്പിളകളുടെ ഒരു പരിപാടിയുണ്ട്, അതും അന്ന് തന്നെയാണ്. 18-ാം തീയതി 3-4 പരിപാടികൾ പലരായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളായിട്ട് ചെയ്യുന്ന ചാണ്ടിമാനായിട്ട് ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് പുതുപ്പള്ളി പള്ളിയുടെ ഹാളിൽ നമ്മുടെ ഗവർണർ സാഹ് എന്നൊരു പരിപാടിയാണ് ചെയ്യുന്നത് 11 മണിക്ക്. ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞു, അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കാമോ? ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ആ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇപ്പം തന്നെ നമ്മൾ 53 വീട് നമ്മൾ തറക്കല്ലിട്ടിട്ടുണ്ട്. അത് ഇനിയുള്ള കാലങ്ങളിൽ ഈ നമ്മുടെ ഈ പുതുപ്പള്ളി മണ്ഡലത്തിൽ സാർ 53 വർഷം ഇവിടെ ഇരുന്നു. ഇനി ഈ ഇങ്ങോട്ടുള്ള സാഹചര്യത്തിൽ ഒരു ഭവനം ഇല്ലാത്ത ഒരാൾ ഉണ്ടാകരുത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു യത്നമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 53 വീട്ടുകാർക്ക് തറക്കല്ലിട്ടിരിക്കുകയാണ്. അത് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് അവർക്ക് ഓരോന്നോരോ വീടുകാരെ നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ മെയിൻ ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട. കുടുംബമായിട്ടും അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട് ഉമ്മൻചാണ്ടി സാറിന്? കുടുംബവും അതിൽ പങ്കാളികളാക്കിക്കൊണ്ട് തന്നെയാണോ? അതുകൊണ്ട് അവരെല്ലാവരും ചേർന്നുണ്ടല്ലോ കുടുംബത്തിൻ്റെ കൂട്ടായ്മ ഇതിൽ ചെയ്യുന്നത്. പിന്നെ പെങ്ങളാണെങ്കിലും വേറെ ചാരിറ്റി ചെയ്യുന്നുണ്ട്, മദറാണെങ്കിലും വേറെ ചാരിറ്റി ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ ഇതിലൊക്കെ അവർ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ആ ഒരു ഓർമ്മകളിൽ കൂടുതൽ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല പ്രവർത്തനങ്ങളിൽ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.